ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കൊച്ചിയിലേക്ക് യാത്ര പോവുകയാണ്. അതിനു മുന്നേ ഞാൻ മാഷിനോട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞു പോകാതിരിക്കും. അങ്ങനെ ഗായ്സ്, നമുക്ക് 6:20 ഒരു പാലരുവി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് ഞാൻ എടുക്കുകയാണ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ തിരക്കും ക്യൂസും ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റി. നമ്മൾ ഈ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചടങ്ങുള്ള പരിപാടിയാണ്. ടിക്കറ്റ് കിട്ടി ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ട്രെയിൻ വരുന്നത്. ആ പ്ലാറ്റ്ഫോം നമ്പർ 2 ഫൈനലി ഗായ്സ്, നമ്മൾ ട്രെയിൻ എത്തി. ട്രെയിനിൽ സീറ്റ് കിട്ടി. അപ്പം നമ്മൾ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറിയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റോപ്പ് കോട്ടയം. അത് കഴിഞ്ഞതാ തൃപ്പൂണിത്തുറയിൽ എത്തിയിരിക്കുന്നു. മെട്രോയും മെട്രോ റെയിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്ത് തന്നെയാണ്. ഇത് ക്രോസ് ചെയ്ത് മെട്രോ ലൈനിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ റെയിൽവേയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മൾ ഹിൽ പാലസ് മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാനും അമ്മ 8:30 ആയപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. പിന്നെ അവിടെ ആര്യാസ് വെജ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഞങ്ങളൊരു മസാല ദോശ സാപ്പിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും 2 മസാല ദോശ വാങ്ങി. എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ മസാല. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. പുരാവസ്തു മ്യൂസിയം ഹിൽ പാലസ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരു 9 o'clock ആകുമ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൾട്ട്സിന് 50. അനിയന്മാരൊക്കെ ഗോവയിലും എവിടെ പോയി തന്നെ എറണാകുളത്തൊക്കെ പോയപ്പോൾ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കിന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ എവിടെ അമ്മ പോയത്? ഇങ്ങനെ ഒരുമിച്ച് പോയ ഓർമ്മ ഉണ്ടോ? അല്ല, ഉമ്മ രണ്ടാളും മാത്രം. ഒരു 10 വർഷം മുന്നേ ഒരു ബാംഗ്ലൂർ ഡേയ്സ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുങ്ങിയുണ്ടായിരുന്നു, അനിയന്മാരെ കൂട്ടാതെ. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ പോണത് അല്ലേ? കഴിഞ്ഞ മാസം എൻ്റെ അനിയന്മാർ 2 പേരും, ഒരാൾ ഗോവയിൽ പോയി, ഒരാൾ വേറെ സ്ഥലത്ത് ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അമ്മേനെ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും ഞാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാനിലേക്ക് ആക്ച്വലി എത്തിപ്പെട്ടത്. അങ്ങനെ എന്താ ഹിൽ പാലസിൻ്റെ ഈ പടികളൊക്കെ കയറിയിട്ട് വേണം ഈ പാലസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഹിൽ പാലസിൻ്റെ മുകളിലേക്ക് എത്താൻ റോഡ് മാർഗവും നമുക്ക് എത്താം. ഇവിടെ പാർക്കിംഗ് സൗകര്യവും. ഈ പാലസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പോട്ട് നമ്മളിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സ്പോട്ടാണ്. ഇന്നസെൻസ് സാറ് അഭിനയിച്ച് ആടി തിമിർത്ത ചെരുപ്പിടാണ്ട് വേണം പാലസിൻ്റെ അകത്തേക്ക് കയറാൻ. അതിൻ്റെ ഒരു ക്ലോക്ക് റൂം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ക്ലോക്ക് റൂം. എനിക്ക് മണിച്ചിത്രത്താഴ് എത്ര വട്ടം കിട്ടുന്നു? 4 വട്ടമൊക്കെ കണ്ടു. 4 വട്ടം കിട്ടുന്നു. ഞാനൊരു 10-15 വട്ടം കണ്ടിട്ടുണ്ടോ. മണിച്ചിത്രത്താഴ്, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, അങ്ങനെ ഒട്ടനവധി ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പാലസിൻ്റെ ഉള്ളിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകളും ഉള്ളിലുള്ള കുറച്ച് ഫോട്ടോസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പഴയ സ്റ്റൈലിലുള്ള കുറേ ടൈലുകളുടെ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. 54 ഏക്കർ സ്ഥലത്താണ് ഈ കൊട്ടാരം കാര്യങ്ങളൊക്കെ സ്ഥിതി. നടന്നു കഴിയുമ്പോൾ ഒരു ഈട്ടുതടയിൽ പണിതെടുത്ത ഒരു ആനയുടെ രൂപം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചി രാജവംശത്തിലുള്ള കുറേ അധികം ചരിത്രങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വായിച്ചെടുക്കാനും കണ്ടറിയാനുള്ള കാര്യങ്ങൾ ഈ കൊട്ടാരത്തിൽ മൊത്തമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് എത്തി. ഇത് നമ്മളുടെ കുളക്കടവിലേക്കുള്ള വഴിയാണ്. ഇത് നമ്മളുടെ ആ സീനിൽ തന്നെ കാണുന്നത് ഞാനൊരു ഭാഗം ഡിസ്പ്ലേ ചെയ്യും. ഈ പടികളൊക്കെ ഞങ്ങൾ ഇറങ്ങി ലാസ്റ്റ് ഞങ്ങൾ ഈ സൈഡിലൊരു 4 കെട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഈ കുളക്കടവിലേക്കാണ് എത്തുന്നത്. ഇത് ഫുള്ള് ലോക്ക്ഡാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഒരു സ്പോട്ടിലാണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്ത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ആ സ്പോട്ട് കാണുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു പേടിയാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ പോലെ എനിക്ക് തോന്നി. ഒട്ടുമിക്ക ഞങ്ങൾ കവർ ചെയ്യാൻ പറ്റി. കുറേ നടന്നപ്പോൾ ഞങ്ങൾക്ക് വയ്യാതായിട്ടോ. അങ്ങനെ ഇതാ ആ കുളക്കടവിൻ്റെ പുറത്തുള്ള ഭാഗം തന്നെയാണ്, വലിയൊരു കുളമാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി നേരെ മെട്രോ റെയിൽ. അങ്ങനെ തൃപ്പൂണിത്തുറ മെട്രോ റെയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ലാക്ക് ഓഫ് കെയർ കൊണ്ട് നമുക്ക് ഇതൊന്ന് വീഴാനൊക്കെ സാധ്യത. എല്ലാവരും കെയർ ചെയ്തിട്ട് എസ്കലേറ്റർ യൂസ് ചെയ്യും.
അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. കാരണം ആ ടൈമിലെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഫുള്ളായിട്ട് മെട്രോ റെയിലിൽ എങ്ങനെ കയറേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. തൃപ്പൂണിത്തുറ ടു വൈറ്റിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് മെട്രോ റെയിൽ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും തിരക്ക് കുറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. നെക്സ്റ്റ് സ്റ്റേഷൻ ആകുമ്പോഴേക്കും നന്നായിട്ട് തിരക്കായി തുടങ്ങിയത്. എക്സ്പീരിയൻസ് ഇപ്പം നമ്മൾ വൈകിട്ടില്ല മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകും. നമ്മളുടെ ടിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് ബാർ കാണുന്ന അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ AFSC ഗേറ്റ് ഓപ്പൺ ചെയ്യും. അങ്ങനെ നമുക്ക് വെളിയിലേക്ക് പാലസ് മൊത്തം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ടോട്ടലി ടയേർഡായിട്ടോ. അപ്പം ഞാൻ ഒരു ജ്യൂസ് കുടിച്ചിട്ട് എനിക്കൊരു നാരങ്ങ വെള്ളം കഴിച്ചിട്ട് അങ്ങോട്ട് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങി വെച്ച് അങ്ങനെ ഡയറക്റ്റ് എത്തിയത് ഞങ്ങൾ കൊച്ചി വൈറ്റിലുള്ള വാട്ടർ മെട്രോയിലാണ്. നോർമലി നമ്മൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ വൈറ്റില ടു കാക്കനാട് പോവുകയാണെങ്കിൽ നല്ല ഹെവി ട്രാഫിക്കാണ്. അതിൽ നിന്നൊക്കെ മാറി നമുക്ക് നല്ല കായലൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. വൈറ്റില ടു കാക്കനാട് ഒരാൾ പെർ ഹെഡ് വരുന്നത് 30 രൂപീസാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് സ്കാൻ ചെയ്ത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി, ഞങ്ങൾക്ക് സൈഡ് സീറ്റ് തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. കുറേ നീർക്കാക്കകളും കൊക്കുകളും കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ഉള്ളത്. അടിക്കാതെയും വെയിൽ കൊള്ളാതെയും നമുക്ക് എയർ കണ്ടീഷനായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ റെഡിയാക്കിയിട്ടുള്ളത്. സമാനമായിട്ട് കൊച്ചി മെട്രോ ലൈക്ക് തന്നെ ഇവിടുത്തെ സീറ്റ്സും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഈ വ്യൂസ് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ബോട്ടിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. അങ്ങനെ ഈ മെട്രോ ബോട്ട് നമ്മൾ കാക്കനാടിലേക്ക് എത്താൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കാക്കനാട് എത്തി. കാക്കനാട് നമ്മൾ പുതിയതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ജസ്റ്റ് വാട്ടർ മെട്രോ മാത്രം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കാക്കനാടിലേക്ക് വന്നത്. ഇനി കാക്കനാട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കണം എന്നാണ് മനസ്സിലുള്ളത്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഇവിടുത്തെ ഫുഡും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമല്ലോ വെച്ചിട്ടാണ് പിന്നെ കാക്കനാട് വന്നത്. അപ്പോൾ കാക്കനാടുള്ള ചട്ടിച്ചോറ് കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി നല്ലൊരു ചട്ടിച്ചോറ്
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാക്കനാട് മെട്രോ ടെർമിനലെത്തി. ഈ ബോട്ടിൽ ശരിക്കും 96 പേർക്കാണ് അലൗഡ് ഉള്ളത്. അതിൽ 50 പേർക്ക് ഇരിക്കാനും 46 പേർക്ക് നിൽക്കാനും പറ്റും നമ്മുടെ ഈ ബോട്ടിലുള്ളത്. പിന്നെ അവിടുത്തെ വയറ്റിലുള്ള കാക്കനാടുള്ള ടൈം സ്ലോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കൗണ്ടറിന് എടുത്തതിന് ശേഷം ഈ ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ബോട്ട് ഈ ടെർമിനലിലാണ് എത്തുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് അപ്പം 30 രൂപേൻ്റെ വയറ്റിലെ ടിക്കറ്റ് എടുത്ത് ഞങ്ങളിതാ വീണ്ടും ഈ മെട്രോയിലേക്ക് മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ കായൽ കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആസ്വദിച്ചാണ് തിരിച്ച് വൈറ്റിലേക്ക് തന്നെ. അങ്ങനെ കൊച്ചി കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ വൈറ്റില മെട്രോയിലെത്തി. ഇതാണ് ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടർ. അതേപോലെ തന്നെ ഇത് നമ്മളുടെ ബാഗേജ് ഡിറ്റക്ടർ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മുകളിലേക്ക് എത്തിയപ്പം ട്രെയിൻ വെയിറ്റിംഗ് ആണ്. ട്രെയിൻ വരാൻ ടൈം ആവുന്നേ ഉള്ളൂ. ഇത് വയറ്റില ഭാഗത്തേക്കുള്ള സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ട്രെയിനിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അതാ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെ ട്രെയിൻ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ മെട്രോയിൽ കയറി. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ഒട്ടും പേടിക്കേണ്ട. ഗൈഡ് ചെയ്യാൻ വേണ്ടി മെട്രോയിലെ എല്ലാ സ്റ്റാഫുകളും തന്നെയുണ്ട്. മെട്രോ റെയിലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടുത്ത സ്റ്റേഷൻ ഏതാണ്, അത് എപ്പോൾ എവിടേക്ക് എത്തുന്നു, അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ ബോർഡിൽ തന്നെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഡൗട്ട് വേണ്ട. അങ്ങനെ മെട്രോ കയറാൻ നമുക്കൊരു പേടിയും വേണ്ട. അപ്പം നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇവിടേക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.